ഗൈസ്, ഞാനിപ്പം അതിലടച്ചില്ല. ഓക്കെ, ഞാനിപ്പം ഹോം ഡിപ്പോയിൽ പോവാണ്. ബിക്കോസ് ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യാണ്. അപ്പോൾ എൻ്റെ വാളിൽ കുറേ പാച്ചസ് ഉണ്ട്, ഡ്രൈ വാളിൽ ഇങ്ങനെ ലൈക്ക് അടിയിലത്തെ പേപ്പറൊക്കെ കാണും. സോ ഞാനത് കൊടുക്കണേ മുമ്പ് പഴയ അപ്പാർട്ട്മെൻറ്റ്സ് ഒന്നും കുഴപ്പമില്ലായിരുന്നു. ലൈക്ക് ഐ ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ് ആൻഡ് ഗോ, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത് അടിപൊളി അപ്പാർട്ട്മെൻറ്റ്. അവരെല്ലാത്തിനെയും കണ്ടതിനും പിടിച്ചതിനൊക്കെ ചുമ്മാ ചാർജ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ബി കെയർഫുൾ. ഞാൻ വിചാരിച്ചു അത് സെറ്റാക്കി കൊടുക്കാമെന്ന്. തിരിച്ച് വലിയ ഡാമേജ് ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ പിക്ചേഴ്സൊക്കെ വലിച്ചതിൻ്റെ ഡാമേജ്. അപ്പോൾ യെസ്, അപ്പോൾ ഞാൻ ഹോം ടിപ്പിൽ വന്നിരിക്കുകയാണ്. എനിക്ക് എന്താ വാങ്ങേണ്ടതെന്ന് അറിയില്ല. ഒരു യൂട്യൂബ് വീഡിയോ കണ്ടായിരുന്നു, പക്ഷെ എല്ലാം എനിക്ക് അറിയാൻ പാടില്ല. നോക്കട്ടെ. ഞാൻ പെയിൻറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മറ്റേ സാധനം പാടാൻ തോന്നണം. ജസ്റ്റ് എന്തുവാ നോക്കേ, ഇതൊന്നും ഞാൻ വരുന്ന സ്ഥലമല്ല. എനിക്കൊന്നും അറിയില്ല ഇവിടുത്തെ. ഇത് ഞാൻ വരേണ്ട സ്ഥലമല്ല. ഇൻറ്റീരിയർ പെയിൻറ്റ് ഹരിയോട് ചോദിക്കാമല്ലേ? ദാറ്റ്സ് ഗുഡ്. എനിക്ക് കിട്ടി ഗൈസ്. ഇത് റോളർ ഒരു ചേച്ചിനെ ഹെൽപ്പ് ചെയ്തു. ഇത് പ്രൈമർ, ഇത് പുട്ടി. അപ്പോൾ പെയിൻറ്റ് ഇത് തന്നെയാണോന്ന് അറിയില്ല. ചേച്ചി പറഞ്ഞു മാച്ച് ആയില്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാച്ച് കൊണ്ടുവന്ന് നോക്കിയിട്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ കടയിലല്ല, വേറൊരു കട വന്നപ്പോൾ ഇവിടെ അരിലും ആണ് ഗോ ദേർ ലൈക്ക് ഗാർഡൻ ഉള്ളിടത്ത്. പക്ഷെ എൻ്റെ പൈസ ഇല്ല, അതുകൊണ്ട് ഞാൻ പോണില്ല. ഗൈസ്, ഞാൻ വാങ്ങി. ഇനി വീട്ടിൽ പോയിട്ട് ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പണിയാണെന്ന് നോക്കണം. ഇറ്റ്സ് ജസ്റ്റ് കുറച്ചല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പാച്ച് എന്ന് പറഞ്ഞാൽ വാങ്ങി ലൈക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വർക്കാകുമെന്ന്. അതൊന്നോ ഞാൻ കുറച്ചുകൂടി കെയർഫുള്ളായിരിക്കണം നെക്സ്റ്റ് ടൈം. അല്ലെങ്കിൽ എല്ലാ വട്ടം ഇങ്ങനെ ചെയ്യണം, കഷ്ടമാണ്. പക്ഷേ ലൈക്ക് എത്ര ഇക്കണോമിക്കലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടുപിടിക്കുന്നത് നെക്സ്റ്റ് അപ്പാർട്ട്മെൻറ്റിൽ പോകുമ്പോൾ. ഇറ്റ്സ് ജസ്റ്റ് എൻ്റെ കാശ് അവരുടെ കയ്യിലുണ്ട്, ഡെപ്പോസിറ്റ്. അപ്പോൾ അത് എന്ത് വേണമെങ്കിലും കുറയ്ക്കാതെ ജസ്റ്റ് ബീങ് ട്രൈങ് ടു ബി കെയർഫുൾ നൗ. കുറച്ച് ദിവസമായിട്ട് ഐ എം ലൈക്ക് സൂപ്പർ ടയർഡ്. ലൈക്ക് അങ്ങനെ ഡീഹൈഡ്രേറ്റ് ആയിട്ട് പോവാ. ഞാൻ കുറേ വെള്ളം കുടിക്കുന്നുണ്ട്. മൂവിങ് ആയിരുന്നു, പക്ഷെ മൂവിങ് എന്ന് പറഞ്ഞാലും ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യണ്ടത്. ഞാൻ അങ്ങനെ വലുതായിട്ട് ചുമന്നൊന്നുമില്ല. ലൈക്ക് നോർമൽ സ്റ്റഫ് തന്നെയായിരുന്നു, ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഐ എം സോ എക്സോസ്റ്റഡ്. രാത്രി വീട്ടിലെത്തി, ഓ മൈ ഗോഡ്, ഐ വാസ് സോ എക്സോസ്റ്റഡ് ടുഡേ. സോ ഇന്നലെ മൊത്തം ഞാൻ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഇട്ടാണ് പുറത്ത് പോയത്. സോ ടുഡേ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഇന്ന് പുറത്ത് റെഡി ആയിട്ട് പോകണം. ലുക്ക് അറ്റ് മീ, കലോ കൺമശൊക്കെ എഴുതി, സോറി സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട്, കമ്മലിട്ടിട്ടുണ്ട്. മുടി കാണാൻ അത്ര ഭംഗിയാണെങ്കിലും കുളിച്ച മുടിയാണ്, അതുകൊണ്ട് ഐ ലൈക്ക് ഇറ്റ്. നല്ല ടോപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് വേറൊരു ടാസ്റ്റിയാണ്. സോ ഞാൻ അന്ന് പറഞ്ഞില്ലേ, എന്നെ കാണാൻ പറ്റണോ? അന്ന് ഞാൻ പറഞ്ഞില്ലേ പെയിൻ്റൊക്കെ വാങ്ങാൻ പോയത്. എല്ലാം വാങ്ങി കഴിഞ്ഞാൽ അന്ന് എനിക്ക് ബോറടിച്ച് മടുത്തായിരുന്നു ഓൾറെഡി. സോ ഞാൻ പിന്നെ ഒന്നും വാങ്ങാൻ പോയില്ലായിരുന്നു. വാങ്ങാനില്ല, സോറി, പെയിൻ്റ് അടിക്കാൻ പോയില്ലായിരുന്നു. ബിക്കോസ് ഐ വാസ് എക്സോസ്റ്റഡ് ഓൾ ദാറ്റ്. ഓക്കെ, അന്ന് ഞാൻ ചെയ്തില്ല. ഞാൻ വേറെ കുറേ പണികളുണ്ടായിരുന്നു, വേറെ കുറേ ക്ലീനൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് സാധനങ്ങൾ ജങ്ക് എടുത്ത് മാറ്റാണ്ടായിരുന്നു, ഓൾ ദ സ്റ്റഫ്. എന്നിട്ട് ഞാൻ അറ്റ് ലാസ്റ്റ്, സോ ബേസിക്കലി എനിക്ക് നാളെ മൂവ് ചെയ്യണം. അതിനുള്ളിൽ എല്ലാ പണി തീർക്കണം എനിക്ക്, റൈറ്റ്? അപ്പോൾ ഞാൻ ഇന്നലെ പോവാന്ന് ഞാൻ വിചാരിച്ചിട്ട് എല്ലാം സെറ്റായി. അങ്ങനെ ഫ്രണ്ടിനൊക്കെ മീറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായേ സാൻഡ് പേപ്പർ ഇല്ലാത്ത കാര്യമില്ലല്ലോ. അപ്പോൾ അനന്തനെ എന്നോട് പറയുന്നുണ്ട് സാൻഡ് പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നീ പുട്ടടിച്ചിട്ടോ, നാളെ നമുക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ട് സാൻഡ് ചെയ്ത് കളയാം. പക്ഷേ എൻ്റെ മനസ്സിപ്പോൾ യൂണിവേഴ്സിനോട് പറയുവാണ്, ഇത് നീ ചെയ്യണ്ട, ഇത് നീ എക്സോസ്റ്റഡ് ആണ്, നാളെ ചെയ്താൽ മതി. കാരണം 30-ാം തീയതി ഉണ്ട്, 29-ാം തീയതി ഉണ്ടല്ലോ, അപ്പോൾ ഇന്ന് ചെയ്യാലോ. അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഇന്ന് ചെയ്യാനും. അപ്പോൾ ഞാൻ പിന്നെ ആക്ച്വലി ഇപ്പോൾ ഡൈവേർട്ടായി പോയേനെ. ഐ റിയലി വാണ്ടഡ് ടു ഗോ ടു സ്റ്റാർട്ടിംഗ് ഓൾസോ, കാരണം ഞാൻ എക്സോസ്റ്റഡ് ആണ്. ഐ നോ ഈ വീക്ക് മൊത്തം ഐ എം സോ എക്സോസ്റ്റഡ്, സോ ടയേർഡ്. എന്താണെന്നറിയില്ല. ആൻഡ് ഐ ലൈക്ക് ബാക്ക് ടു ബാക്ക് വർക്കുകളാണ് ചെയ്യാനിരിക്കുള്ളത്. ഐ എം സോ ടയേർഡ്. അപ്പോൾ ഐ തിങ്ക് ഐ ഗോ ടു, ഷുഡ് ഐ ഗോ ടു ഹോം ഡിപ്പോ നൗ?
or should I go to Starbucks? Home Depot, let me check. Home Depot എപ്പോഴാണ് അടയ്ക്കുന്നത്? അപ്പോൾ നമ്മുടെ ഹോം ഡിപ്പോ അടയ്ക്കുന്നത് ഇപ്പോൾ ഞാൻ നോക്കി, ഇറ്റ്സ് 10 o'clock. ഓക്കെ, അപ്പോൾ നമ്മൾ 10 o'clock ഒരു സമയം ഉണ്ടല്ലോ. നമ്മൾ ബേസിക്കലി 10 o'clock വരെയൊന്നും എത്തിക്കാൻ പറ്റില്ല. ഓൾറെഡി ഇപ്പം തന്നെ ഒരു 7 മണി എന്തായിരുന്നു. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് വി ഫീൽ ലൈക്ക് എപ്പം നോക്കിയാലും ലൈക്ക് ഇപ്പോൾ 8 മണി വരെ ചിലപ്പോൾ ഇത് വെച്ച് നടക്കണ്ടേ എനിക്ക്. എന്ത് ടയേർഡാന്ന് നോക്കാം. പിന്നെ പണിയെടുക്കാൻ പാടില്ല സിനിമ. ഞാൻ പറഞ്ഞോണ്ടിരുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കും ഓക്കെ സമയമായിട്ടില്ല, രാത്രി ആയിട്ടില്ല എന്നായിരിക്കും. പക്ഷെ 7 o'clock, can you believe it? ഞാൻ ഒരു പണി തീർത്തിട്ടില്ല. സോ ഐ തിങ്ക് ഞാൻ കൂടി സ്റ്റാർബക്സ്. സോ ബേസിക്കലി കുറേ ബേസിക്കലി അല്ലേ പറയുന്നത്. എൻ്റെ ന്യൂട്രീഷനിസ്റ്റ് എൻ്റെ അടുത്ത് ഞാൻ കുറച്ച് അധികം ദിവസമായിട്ട് ഞാൻ അപ്ഡേറ്റ്സ് കൊടുക്കാറില്ല ഫുഡ് കഴിക്കണം. സോ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലുണ്ട്. സോ ഐ സെൻഡ് ഓൾ ദ പിക്ചേഴ്സ് ഓഫ് ദ ഫുഡ് ഐ ഈറ്റ്, അവർ വർക്കൗട്ട് പ്ലാൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഓൾ ദാറ്റ്. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ദ തിങ് ഈസ് ഞാൻ 2-3 ദിവസമല്ല, ഒരു വീക്ക് ആവും, മോർ ദാൻ 2 weeks ഐ ഗസ്. ഞാൻ മര്യാദയ്ക്കൊന്നും അയച്ചിട്ടില്ല. ആൻഡ് ഷീസ് ബീൻ ലൈക്ക് കോളിങ് മീ. ഞാൻ ഫോണൊന്നും എടുത്തില്ലായിരുന്നു. സോ ഐ വാസ് ബിസി. ഞാൻ പിന്നെ ഇടയ്ക്ക് ന്യൂയോർക്ക് ഫംഗ്ഷനൊക്കെ പോയായിരുന്നു. അങ്ങനെ ഐ വാസ് ജസ്റ്റ് ബിസി. ലൈക്ക് കുറേ നാളായിട്ട് ബിസിയാണ്. ഫുഡ് ഞാൻ അത്യാവശ്യം നന്നായി കഴിക്കണ്ടായിരുന്നു. ലൈക്ക് നല്ല ഫുഡ് കഴിക്കണ്ടായിരുന്നു. വീട്ടിലുണ്ടാക്കിയിട്ട് സാലഡ്സ് ഒക്കെ 2-3 ദിവസത്തേക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല, ടൈമില്ലാത്തതായിരുന്നു. അല്ല ഷീ കോൾഡ് മീ ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് സെലിൻ, നീ എന്താ ഫുഡൊന്നും കഴിക്കാണ്ട് ഫുഡ് കഴിക്കണില്ലേ, എന്താ അപ്ഡേറ്റ്? ഞാൻ പറഞ്ഞു ജിമ്മിൽ പോയിട്ട് കുറേ നാളായി. കുറേ നാളല്ല, ഒരു 1.5 ആഴ്ചയായിട്ടുണ്ടാവും. പക്ഷേ ഫുഡ് ഞാൻ സമയത്തിനൊക്കെ കഴിക്കുന്നുണ്ട്. ലൈക്ക് ഫുഡ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, എന്നിട്ട് ഷീ ആസ്ക്ഡ് മീ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ദിവസം തൊട്ട് ലൈക്ക് ഇനി തൊട്ട് ഫോട്ടോ കഴിക്കണമെന്നില്ല, ഇനി എപ്പോൾ തൊട്ട് നന്നായി തിരിച്ച് റൂട്ടീനിലേക്ക് വരാൻ പറ്റും? ലൈക്ക് ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ യു ആസ്ക്ഡ്. എനിക്ക് 30th മൂവ് ഔട്ട് ഡേറ്റ് ഫുള്ള്. ഐ തിങ്ക് ഐ ബി എൻ്റെ തിരക്കൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് അടയുമായിരിക്കും 30th. അപ്പോൾ ഞാൻ ഫസ്റ്റ് മുതൽ റൂട്ടീൻ ഫോളോ ചെയ്യാമെന്നുള്ള രീതിയിൽ. സോ ബേസിക്കലി ഇതിൽ ഞാൻ ഷുഗറി ഐറ്റംസ് ഒന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. കുറച്ച് നാളായിട്ട് അത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഐ ലൈക്ക് എനിക്ക് ഒരു ദിവസം ബഫർ പീരീഡ് ഉണ്ട്. സോ വൈ നോട്ട് ഐ യൂസ് ദാറ്റ് ആൻഡ് ഗോ ടു സ്റ്റാർബക്സ് ആൻഡ് ഹാവ് മൈ ഫേവറേറ്റ് ലാവൻഡർ matcha latte which has a lot of sugar in it. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാനിപ്പോൾ matcha latte കുടിക്കാൻ പോകും. I like it. Can I have the iced lavender cream oat milk matcha? You said latte ice oat milk matcha? Iced lavender one, the one in the picture. Can I have actually, which one is bigger than grande? Venti. Yeah, can I have the baby? Those candy pizza. Yeah, that way. Alright, 7:32. Sure. So ഇത് കണ്ടോ, എൻ്റെ ഫേവറേറ്റ് ഡ്രിങ്ക് ആണ്. ഇവിടെ കുറച്ച് ക്യാമറ കാണാൻ പറ്റും, സോറി. ഇവിടെ കുറച്ച് ലാവൻഡർ കാണാൻ പറ്റും. പിന്നെ അടിയിൽ പച്ചക്കറി. പേപ്പർ വാങ്ങിയതോ ഗൈസ്? പ്രീ എന്നെ ഫോൺ വിളിച്ച കാരണം എനിക്ക് വാളിൽ പുട്ടിടിക്കുന്ന സംഭവം കാണിക്കാൻ പറ്റുന്നത് നിങ്ങൾ. ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ, ബട്ട് ഐ ക്യാൻ സ്റ്റിൽ ഷോ യു ഞാൻ എങ്ങനെ പുട്ടിയടിച്ചായിരുന്നു. സോ രസമില്ലേ കാണാൻ? എനിക്ക് പുട്ടിയടിക്കാൻ അറിയാൻ പാടില്ല. കണ്ടു സാൻഡ് ചെയ്തിട്ടില്ല. ഇവർ പറഞ്ഞ എല്ലാം കഴിഞ്ഞപ്പോഴും മനസ്സിലായി ഇത് സാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്, സാൻഡ് പേപ്പർ വെച്ചിട്ട്. പക്ഷെ ഇതെങ്ങനെ സാൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റണേ അല്ലേ? റൈറ്റ്. ഇതെല്ലാം ഞാൻ ചിലപ്പോൾ ചെയ്തതിൻ്റെ ആയിരിക്കും. ഇങ്ങനെ ഞാനൊരു ആർട്ടിസ്റ്റ് തന്നെ. ഇങ്ങനെ ഒരു ആർട്ടുണ്ട് ആക്ച്വലി, ഇങ്ങനെ കുറച്ച് പ്രൊജക്ഷൻസ് ആയിട്ടുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ ഈ വോളമ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആക്ച്വലി കാണാൻ പറ്റാൻ പാടില്ലായിരുന്നു, പക്ഷെ പറ്റിപ്പോയി. അതൊക്കെ ഞാൻ പുട്ടിയടിച്ച് വെച്ചിരിക്കുക. അവിടെയും ഞാൻ പുട്ടിയടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഞാൻ പുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 6 മണിക്കൂർ വെയിറ്റ് ചെയ്യാനാണ് പറയണത് അവർ.
വാവ്, ഐ തിങ്ക് ഇറ്റ്സ് ദ സെയിം പെയിൻറ്റ്. നമ്മൾ ഇച്ചിരി ഇതിലേക്ക് ഒഴിക്കുവാണ്. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, ഇങ്ങനെയല്ലേ. നമ്മുടെ കാർപ്പറ്റിൽ ഇത് വീഴാണ്ട് നമ്മൾ സൂക്ഷിക്കണം. അത് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് വന്നിട്ടില്ല, ശരിയായിട്ടില്ല. സോ ഇങ്ങനെ ഇങ്ങനെ ഫുൾ വരത്തണം നമ്മൾ. അത് നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ എനിക്കറിയില്ല കേട്ടോ, ഇവിടെ പെയിൻറ്റ് ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഐ ആം സോറി, എനിക്കറിയില്ല, എന്നാരും പുച്ഛിക്കരുത്. ഇങ്ങനെ ചെയ്യണം. സോ ഇവിടെ ഇച്ചിരി വീണിട്ടുണ്ട്. അപ്പം നമ്മളത് കാർപ്പറ്റിലാവണം മുമ്പ് എടുക്കാൻ പറ്റുമെന്ന് ശ്രമിക്കണം. ഇത്രയും മെസ്സി ആയിട്ടൊരാൾ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തന്നെ. ഇനി നമ്മൾ ഇവിടെ ഇച്ചിരി കാലം പ്രൈമറൊക്കെ സെറ്റായിട്ടുണ്ട് ഇവിടെ. അപ്പം നമ്മൾ ഇവിടെ പൊളി അല്ല എന്തൊരു സ്കില്ലേ. അപ്പം നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, പാച്ച് ചെയ്ത പോലെ തോന്നാണ്ടിരിക്കാൻ നമ്മൾ ഇച്ചിരി സൈഡൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. ഞാൻ പെയിൻ്റ് അടിച്ച കളറ് ശരിയായില്ല. ഐ ആം തിങ്കിങ് ഞാൻ വേറെ കളർ വാങ്ങിയിട്ട് വരണം. ഇപ്പോഴല്ല, ഓഫ് കോഴ്സ് നാളെ. ഇതെല്ലാം ഞാൻ മൂവ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഷുഡ് ഐ ലൈക്ക് നാളെ ആകുമ്പോൾ എല്ലാം കൂടെ മൂവ് ഔട്ട് ചെയ്യണു. ലൈക്ക് നാളെ ഒരു പ്രാവശ്യം റീപ്പ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ബാക്കിൽ ശരിക്കും മനസ്സിലാവും ഞാൻ അവിടെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടെന്ന്. ഇവിടെ നോക്ക്, ഇവിടെ പിന്നെ മൊത്തം വൃത്തികേടായിട്ടുണ്ട്. സോ ബേസിക്കലി ആ വൈറ്റ് കളർ ഭയങ്കര വ്യത്യാസമായി. അപ്പം ഞാൻ പിന്നെയും പോകണം. പക്ഷേ എനിക്ക് ഭയങ്കര മടി. ഷുഡ് ഐ ജസ്റ്റ് ലീവ് ലൈക്ക് ദിസ് ലൈക്ക് വാട്ട് എവർ എന്ന് വിചാരിച്ച് പോകണോ? I don't know.